വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. കുറച്ചു കാലം മുൻപ് സീരിയലുകൾക്ക് പകരം ആഴ്ചപ്പതിപ്പുകളിലും അതിലെ പൈങ്കിളി നോവലുകളുമായിരുന്നു വമ്പിച്ച പ്രചാരം നേടിയിരുന്നതല്ലോ. മംഗളത്തിലും മനോരമയിലുമെല്ലാം നിറഞ്ഞോടുന്ന നോവലിലെ അഴകേറിയ ചിത്രങ്ങളിലാവും നമ്മുടെ എല്ലാവരുടെയും മിഴികൾ പതിഞ്ഞിട്ടുണ്ടാവുക. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മംഗളം വാരികയിൽ സതീഷ് കച്ചേരിക്കടവിന്റെ ആണെന്ന് തോന്നുന്നു തായമ്പക എന്നൊരു നോവൽ. അന്ന് ആളുകളുടെ ഇടയിൽ വലിയ തരംഗമായിരുന്നു അത് സൃഷ്ടിച്ചത്. പട്ടുപാവാട അണിഞ്ഞൊരു സുന്ദരി തോളത്ത് ചെണ്ട തൂക്കി കോലും കൈയുമായി നിൽക്കുന്നൊരു പോസുണ്ട്. മിഴിവേറിയ ആ ചിത്രത്തിന് മുമ്പിൽ വിസ്മയഭരിതനായി നിൽക്കുമ്പോൾ തെരുവത്തെ കുഞ്ഞിക്കുളങ്ങര ക്ഷേത്രത്തിലെ തായമ്പയ്ക്ക് വന്ന ആലിപ്പറമ്പിനെയും മട്ടന്നൂരിനെയുമാണ് ഓർത്തത്. അന്നുവരെ കണ്ട യഥാർത്ഥ കഥകളിലൊക്കെ നായകന്മാർ മാത്രം നിറഞ്ഞാടിയ ഒരു മുഖത്ത് പെണ്ണൊരുത്തി വന്നിരിക്കുന്നു. ഭാവനയും സ്വപ്നങ്ങളിലും എല്ലാം പകർന്നാടിയ കച്ചേരിക്കടവിന്റെ തായമ്പക പതിയെ വിസ്മൃതിയിലാണ്ടു. കാലം കടന്നു പോകവേ വീടുകളിലെല്ലാം കേബിൾ TV വലിയ രീതിയിൽ കുടിയേറ്റം നടത്തിയതോടെ മംഗളവും മനോരമയും പതിയെ പതിയെ പടിക്ക് പുറത്തായി, ഓർമ്മകളിൽ മാത്രമായി. പിന്നെ കേബിളിനെയും തുരത്തി സ്മാർട്ട് ഫോണുകളും നവമാധ്യമങ്ങളും അരങ്ങുവാണു. സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു തുടങ്ങി നോവലിലെ ഭാവനയ്ക്കൊത്ത് സുന്ദരിമാർ യഥാർത്ഥ രൂപം കൊണ്ടു. നന്ദിനി വർമ്മയിലൂടെ വാദ്യരംഗത്ത് തായമ്പകയിലും വനിതകളുടെ നവവിപ്ലവം ആരംഭിച്ചു. നന്ദിനി തുടങ്ങി വെച്ചത് പല്ലച്ചന മാർഗി കൃഷ്ണദാസിന്റെ പുത്രിമാരിലൂടെ നാരീലോകം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ രഹിത ശോഭിത സഹോദരിമാർ തായമ്പക മാർക്കറ്റിലെ ചർച്ചാ വിഷയമായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് മംഗളം വാരികയിൽ കണ്ട സുന്ദരമായ ആ ചിത്രം വന്നെന്റെ മുന്നിൽ വന്ന് തെളിഞ്ഞു നിന്നു. മുക്കുത്തി അണിഞ്ഞ് പട്ടുപ്പാവാടിയിട്ട് മെല്ലിച്ചൊരു സുന്ദരി ഇതാ തോളിൽ ചെണ്ടയും തൂക്കി തയ്യാർ. സതീഷ് കച്ചേരിക്കടവിന്റെ തായമ്പകയിലെ നായികയെ പോലെ അവൾ ഒരുങ്ങി നിന്നു. നിറതിരിയിട്ട വിളക്കിനു മുമ്പിൽ അവൾ ഏഴഴകോടെ ജ്വലിച്ചു. തനുവും മനവും ഇഴചേർന്നൊഴുകിയപ്പോൾ കയ്യും കോലുമായി ചേർന്ന് താളവട്ടങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം തുടങ്ങിയതോടെ കുഞ്ഞിക്കുളങ്ങരയിലെത്തിയവർ മിഴികൾ കൊണ്ട് വിസ്മയത്തിന്റെ കഥകളി മുദ്രകളാടി. കിടയറ്റ എണ്ണങ്ങളുടെ സൂക്ഷ്മത ഏറ്റുവാങ്ങാനാവാതെ ഞാനും നിശബ്ദനായി. മുത്തയിപ്പ് കൊണ്ട് അലങ്കരിച്ച മനോധർമ്മങ്ങളുടെ മനോഹാരിതയിൽ പുളകിതനായി. ഏറ്റവും ഒടുവിൽ ഞാൻ സാഗുതം കാത്തിരുന്ന നിമിഷത്തിൽ എന്റെ സകല സംശയങ്ങളുടെയും മുനയൊടിച്ചു കൊണ്ടവൾ ഇരികിട ഇടക്കലാശത്തിൽ ഇടിവെട്ടും വണ്ണം കൊട്ടിത്തിമർത്തു. എന്റെ മാത്രമോ, അവിടെ കൂടെ നിന്നവരെയൊക്കെ അവരുടെ സപ്ത നാഡീ ഞരമ്പുകളിലൂടെയും വിദ്യുത് തരംഗത്തിന്റെ വേലിക്കയറ്റമുണ്ടായി. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരൊക്കെ എണ്ണം പറഞ്ഞ തായമ്പുകൾ കൊണ്ട് ആറാടിയ കുഞ്ഞിക്കുളങ്ങരയിലെ തിരുവങ്കണത്തിലാണ് ആ കൊച്ചു നിന്നത്. അദ്ദേഹത്തിന്റെ ആദരണീയ ഗുരുനാഥൻ പല്ലച്ചന ചന്ദ്രമന്നാടിയാരുടെ കുടുംബത്തിൽ നിന്നൊരു പെൺകിടാവ് വന്ന് കൊട്ടുകച്ചേരിയിൽ വാദ്യപ്പെരുമഴ സൃഷ്ടിക്കുന്നു. കണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം നിറച്ച് ഓർമ്മകളിലേക്ക് രോമാഞ്ചമുണർത്തുന്ന അരങ്ങൊരുക്കിയായിരുന്നവൾ ചേമഞ്ചേരിയോട് വിട ചൊല്ലിയതും. അധികമാരും കടന്നുവരാത്ത കർമ്മരംഗങ്ങളിലേക്ക്, കലാവേദികളിലേക്ക് ആവേശപൂർവ്വം അഭിനിവേശത്തോടെ അവതരിക്കുകയാണ് ആ കൊച്ച്. ഇതുമാത്രമല്ല, പതിയെ പുരുഷകേസരികൾക്കൊത്ത ഒന്നാന്തരം പ്രകടനങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു. വേദികളിൽ നിന്നും വേദികളിലേക്ക് ഒഴുകുക, ഇതുതന്നെയല്ലേ തുല്യത? ഇതുതന്നെയല്ലേ യഥാർത്ഥ നാരീ വിപ്ലവം? അവളുടെ പേരാണ് രഹിത കൃഷ്ണദാസ്. വാദ്യകലയിലെ ലേഡി സൂപ്പർ സ്റ്റാർ. കണ്ടിരിക്കുന്നവരുടെ രക്തം തിളയ്ക്കുന്ന കിടയറ്റ പ്രകടനങ്ങൾ തുടരൂ രഹിതേ. സാധകബലത്തിൽ സ്ഫുടം ചെയ്തെടുത്ത താളപ്രവേഗവുമായി ആയാസരഹിതമാവട്ടെ അവളുടെ വിരോചിത യാത്രകൾ. രഹിതയ്ക്ക് എല്ലാവിധ ആശംസകളും. രഹിതയുടെ പ്രകടനം ഒന്ന് കണ്ടതാണ്. വളരെയധികം രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു. സ്ത്രീകൾ ഇനിയും അടുക്കളയിൽ നിന്നും രംഗത്തേക്ക് വരട്ടെ. അവർക്കിഷ്ടപ്പെട്ട കലകളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ. ഇതുതന്നെയാണ് നാരീ വിപ്ലവം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.